നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകം. എങ്ങനെ നിസ്കരിക്കുന്നവർ? കൃത്യനിഷ്ഠത ഇല്ലാത്തവർ, അലംഭാവം കാണിക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അലംഭാവം ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മഊൻ. ഖുർആൻ അതിന് പരിഗണന നൽകാത്തവർ, അവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പടച്ചവനെ, നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, എടാ പരാജയപ്പെട്ടവന്, എടാ നഷ്ടവാളി, നീ നരകത്തിന്റെ അവകാശിയാണ്, നിന്റെ പേരെവിടെ എഴുതി വെച്ച് കഴിഞ്ഞു, നീ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് പറയുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അള്ളാഹ് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ, ഈ ദുനിയാവിൽ നിനക്ക് എന്താ വേണ്ടത് അള്ളാഹ് നിനക്ക് തരും. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു 2 പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കുതിക്കുന്നവരാണ്. നമ്മളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വല്ലാതെ ആഗ്രഹിക്കുന്നവരാ. എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒരുപാട് നന്മകളൊന്നും വേണ്ട, ഒറ്റ വഖത്ത് നമസ്കാരം മതി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ലതുപോലെ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ, ഒരു വഖത്ത് നമസ്കാരം മതി അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ. കാരണം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുകയാണ്. അതാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, നിന്റെ പേര് സ്വർഗത്തിന്റെ മുമ്പിൽ എഴുതി വെച്ച് കഴിഞ്ഞു, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് സന്തോഷ വാർത്ത പറയുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, പടച്ചവനെ, രണ്ടാമതൊരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. നിസ്കരിച്ച് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അവനോട് മലക്കുകൾ പറയുന്നു, എടാ പരാജയപ്പെട്ടവരെ, നീ നഷ്ടവാളിയാണ്, അല്ലാഹുവിന്റെ സ്വർഗം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. നരകത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നരകത്തിന്റെ മുമ്പിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, നീ നരകത്തിന്റെ അവകാശിയാണ്. അടുത്ത വഖത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചാ നീ നരകത്തിലാണെന്ന് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന മനുഷ്യരോട് പടച്ചവനെ മലക്കുകൾ പറയുമെന്ന് നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു വഖത്ത് നിസ്കരിച്ചാ സ്വർഗത്തിൽ പോകാ. പടച്ചവനെ, ഒരു വഖത്ത് നിസ്കരിച്ചാ നമ്മൾ സ്വർഗത്തിലാണ്. എങ്ങനെ നിസ്കരിച്ചാലാണ് സ്വർഗത്തിൽ പോകുന്നതെന്നറിയോ? നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരമല്ല, എങ്ങനെ നിസ്കരിച്ചാലാണ് പടച്ചറപ്പിന്റെ മലക്കുകൾ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയുന്നത് ആരോടെന്നറിയോ? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ് സ്വർഗമുള്ളതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ ഒരു വിരൽ പഴുക്കുകയാ. കാലിലെ ഒരു വിരൽ പഴുക്കുകയാണ്. പടച്ചവനെ, വല്ലാത്ത വേദനയാ, പ്രയാസമാ. വൈദ്യന്മാര് വന്നിട്ട് പറഞ്ഞു, തങ്ങള്, ഈ പഴുപ്പ് മുകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഒരു വിരൽ മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ വല്ലാത്ത പ്രയാസമാണ്. അവിടെന്ന് സമ്മതിച്ചില്ല. പടച്ചവനെ, പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. തന്റെ
കാലിലേക്ക് വ്യാപിക്കുകയാണ്. ആ സമയത്ത് അവസാനം തന്റെ കാല് മുഴുവനും അവിടുന്ന് പഴുപ്പ് വ്യാപിച്ചപ്പോ വൈദ്യന്മാര് പറഞ്ഞു, അങ്ങയുടെ കാൽപ്പത്തി അവിടുന്ന് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. അങ്ങനെ കാൽപാദം മുഴുവനും പഴുപ്പാവുകയാണ്, പഴുപ്പ് മുകളിലേക്ക് കയറുകയാ. വേദന സഹിക്കാൻ കഴിയാതെ വൈദ്യന്മാര് പിന്നെയും പറഞ്ഞു, തങ്ങള് ഇപ്പൊ കാലുമുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, വല്ലാത്ത പ്രയാസമാണ്, ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ കാലിലേക്ക് പഴുപ്പ് കയറുമ്പോ അവസാനം അവിടുന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാണ്. അവിടത്തെ കാല് മുറിക്കാൻ സമ്മതിച്ചു. അങ്ങനെ വൈദ്യന്മാര് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കാൻ കടന്നു വരികയാ. അവിടുന്ന് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. പടച്ചവനെ, വൈദ്യന്മാര് കള്ള് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാറ്. ഉർവ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ കള്ള് കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിക്കുന്നതിന്റെ വേദന അറിയാതിരിക്കാനാണ്, ഒരൽപ്പം ശമനം കിട്ടുമല്ലോ, അതുകൊണ്ട് കള്ള് കുടിക്കാൻ നിർബന്ധിക്കുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞാൻ കള്ള് കുടിക്കില്ല. പടച്ചവനെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ മതിയല്ലോ, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരോട് പറഞ്ഞു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. സുബ്ഹാനല്ലാഹ്. ഉർവ റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തിട്ട് കടന്നു വരികയാ. പടച്ചവനെ, വുളുവെടുത്തിട്ട് മുസല്ലിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കാരം തുടങ്ങി. അവിടുന്ന് ഫാത്തിഹ ഓതി. പടച്ചവനെ, സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബിൻ ഖുസ്മിനുഹു ഖലീലാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലാകുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുണ്ടല്ലോ, ആ പച്ചയായ മനുഷ്യന്റെ കാലങ്ങ് മുറിച്ചു മാറ്റുകയാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുണ്ടല്ലോ, വൈദ്യന്മാര് മുറിച്ചു മാറ്റി. പെങ്ങള്, നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞില്ല. പടച്ചവനെ, അവിടത്തെ കാല് വെട്ട് മാറ്റിയിട്ടവിടുന്ന് മഹാനവറുകൾ അറിഞ്ഞില്ല. നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ അതാ മുറിച്ച കാലിൽ നിന്ന് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്ത് ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. പടച്ചവനെ, വൈദ്യന്മാര് എന്ത് ചെയ്തെന്നറിയുമോ? സൈത്തണ്ണ തിളപ്പിക്കുകയാ, സൈത്തണ്ണ തിളപ്പിക്കുകയാ. ആ തിളച്ച സൈത്തണ്ണ കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹു അതാ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ആ രക്തം നിൽക്കുന്നതിന് വേണ്ടി നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിലേക്ക് ആ തിളച്ച എണ്ണയങ്ങ് മുക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഉർവതങ്ങൾ അറിഞ്ഞില്ല. കാരണം ഓതുന്ന ആയത്തേതെന്നറിയുമോ? ഇന്നലദൈനാ അനുകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ ആവർത്തിച്ച് ഓതുകയാണ്. ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്തി ഇങ്ങനെ ഓതിക്കൊണ്ട് നിൽക്കുകയാണ്. തിളച്ച എണ്ണ മുക്കിയിട്ട്
ഉർവതങ്ങൾ അറിയുന്നില്ല. അവസാനം തന്റെ കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. അവിടുന്ന് ബോധം കെട്ട് വീഴുകയാ. പടച്ചവനെ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബോധം കെട്ട് കിടക്കുകയാണ്. പടച്ചവനെ വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. ബോധം വരുമ്പോ ആരാ പറയുന്നത് കാല് മുറിച്ചു മാറ്റിയെന്ന്? എങ്ങനെയാണ് പറയുന്നത്? പടച്ചവനെ വൈദ്യന്മാര് സങ്കടത്തോടെ നിൽക്കുമ്പോ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബക്കാരോടി വരികയാണ്. അതാ കുടുംബക്കാര് കടന്നു വരികയാ. വൈദ്യന്മാര് ചോദിച്ചു എന്തേ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? റളിയല്ലാഹു തആല അൻഹുവിന്റെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു പോയി. ഈ വാർത്ത പറയുന്നതിന് വേണ്ടി കടന്നു വന്നതാണ്. പടച്ചവനെ എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. അങ്ങനെ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവിടത്തെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ് അവിടുത്തെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ ഇളയ മകനവിടെന്ന് മരണപ്പെട്ടു പോയി തങ്ങള്. അപ്പോഴും പറഞ്ഞു ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. കേട്ടവർക്ക് വല്ലാത്ത അത്ഭുതമായി. അവര് ചോദിക്കുന്നു, എന്തിനാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ, പൊന്നാര മകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു എനിക്ക് രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങള് പറയുകയാ, മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ മക്കളിൽ ഒരാളെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ അല്ലാഹു ജീവനോടെ തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉർവതങ്ങൾ ഇരുന്ന് കരയുകയാ. വല്ലാതെ സങ്കടപ്പെട്ട് കരയുമ്പോ വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ഇനി പഴയതുപോലെ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, ഒരു കാലല്ലേ ഉള്ളൂ. ആ സങ്കടത്തിലാണ് കരയുന്നതെന്ന് ഉർവതങ്ങൾ പറയുമ്പോ, പെങ്ങളെ സീരിയലിന്റെ കഥയല്ല, ഏതെങ്കിലും ഒരു സിനിമാ കഥയല്ല, മഹാനായ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാ. പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവിടത്തെ കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ലെങ്കിലോ, സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് ആ മുറിച്ച കാലിലേക്ക് മുക്കിയിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലോ അതെന്ത് നിസ്കാരമാ ഉമ്മാ വാപ്പാ? അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്, അതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. അങ്ങനെ നിസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് എഴുന്നേക്കുമ്പോഴാണ് അള്ളാന്റെ മലക്കുകൾ നമ്മുടെ കൈ പിടിച്ചിട്ട് പറയുകയാ, നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് സന്തോഷ വാർത്ത പറയുമെന്ന് നബിതങ്ങൾ പറയുമ്പോ, പടച്ചവനെ നമ്മൾ ഇന്ന് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ പറയും, എടാ പരാജയപ്പെട്ടവന്, എടാ നഷ്ടവാളി, നീ നരകത്തിന്റെ അവകാശിയാണ്, നിന്റെ പേരെവിടെ എഴുതി വെച്ച് കഴിഞ്ഞു, നീ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ആ മനുഷ്യനോട് സ്വർഗമുണ്ടെന്ന് മലക്കുകൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്മകൾ ചെയ്യാൻ കഴിയണോ, നന്മകൾ ചെയ്യാൻ കഴിയണോ. പടച്ചവനെ, നമ്മളിൽ പലർക്കും സമാധാനമില്ല, വല്ലാത്ത പ്രയാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ജീവിതം നമുക്ക് വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതുൻ ത്വയ്യിബാ. ഏറ്റവും നല്ല ജീവിതം അല്ലാഹു തരുമടോ, ഒരു ത്വയ്യിബായ ജീവിതം അല്ലാഹു തരുമടോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമേതാ? ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവന് നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യം 5 വഖത്ത് നമസ്കാരമാണല്ലോ. 5 വഖത്ത് നമസ്കാരമാണല്ലോ. പടച്ചവനെ, ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് വല്ലാത്ത അലംഭാവമാ. കൃത്യനിഷ്ഠതയില്ലല്ലോ, നിസ്സാരമാണല്ലോ, നിസ്കരിക്കാൻ മടിയാണല്ലോ. പടച്ചവനെ, നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ നമുക്കൊരു തമാശയാണല്ലോ. ചെറുപ്പക്കാരോട് പറയുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നടാ, അവൻ പറയുന്ന മറുപടി എന്തെന്നറിയുവോ? മുഅദ്ദിനിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു. മോനെ, നിസ്കാരം നടക്കുന്നടാ. ഇമാമിന്റെ ജോലി ചെയ്യുന്നു. നിസ്കരിക്കാൻ വല്ലാത്ത മടിയാട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയുവോ? 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹുടെ പള്ളിക്കകത്ത് കിടക്കുമായിരുന്നു. ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ മടിയുള്ള പെങ്ങള്, കൃത്യനിഷ്ഠതയില്ലാത്ത ബാപ്പാ, നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് ഈ ദുനിയാവിൽ വേണ്ടതെന്താണ്? എല്ലാരും പ്രയാസമല്ലേ പറയുന്നത്? എല്ലാവർക്കും പറയാൻ ഒരുപാട് പ്രയാസങ്ങളാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവര്, ഒരാള് നിസ്കരിച്ചാ നിനക്ക് ദുനിയാവിൽ വേണ്ടത് മുഴുവനും അല്ലാഹു തരുമടോ. നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോ നമുക്ക് വല്ലാത്ത മടിയാ. അത് ഇവിടെ ബാങ്ക് വിളിക്കുന്ന ചങ്ങാതി, അത് മുഅദ്ദിനിന്റെ ജോലി, നിസ്കരിക്കാൻ മടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ, ഈ ദുനിയാവിൽ നിനക്ക് എന്താ വേണ്ടത് അല്ലാഹു നിനക്ക് തരും. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു 2 പ്രതിഫലം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് നമുക്ക് അതിന്റെ പ്രതിഫലം അറിയാനിട്ടാ നമുക്ക് അതുകൊണ്ടാണ് നിസ്സാരമാക്കുന്നത്. ഒരാൾ 5 നേരം നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, ആർക്ക് വേണമെങ്കിലും പോയി എടുത്തു നോക്കാം. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്യ്. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, നീ 5 നേരം നിസ്കരിക്ക്. ഞാൻ പറയുന്ന ഒരു കാര്യം, 5 നേരം നീ നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ 2 പ്രതിഫലം തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. അല്ലാഹു പറയുകയാ, ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖു വൽ ആഖിബത്തു ലിത്തഖ്വ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ 2 പ്രതിഫലം തരാം. അല്ലാഹു ആ പ്രതിഫലം കിട്ടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് ദുനിയാവിൽ എന്താ ചങ്ങാതി വേണ്ടേ? നീ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? ഒരാളുടെ മുമ്പിൽ പോയി ഭക്ഷണത്തിന് വേണ്ടി യാചിക്കരുത്. എല്ലാരും മക്കളെ കഷ്ടപ്പെടുന്നത് ഉറക്കമൊഴിഞ്ഞതിനല്ലേ? അല്ലാഹു പറയുകയാ, നീ നിസ്കരിക്കുകയാണെങ്കിൽ നിനക്കും മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, നീ നിസ്കരിക്ക്, ഒന്നും വേണ്ട. 5 നേരം അല്ലാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ ഒന്ന് പോയി നിസ്കരിക്ക്. നീ നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, ഞാൻ തരാം ഭക്ഷണം.
അല്ല നമ്മളോട് പറയുന്നു, ഭക്ഷണം ഞാൻ തരാം. എടാ ലാ നസ്അലുക റിസ്ഖ, നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നവൻ, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും ഭക്ഷണം മരിക്കുന്ന കാലം വരെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ല വാക്ക് പറഞ്ഞ പാലിക്കുന്നവനാ, രാഷ്ട്രീയക്കാരെ പോലൊന്നുമല്ല. അള്ളാഹു തരുമെന്ന് പറഞ്ഞാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം, ഹലാലായ ഭക്ഷണം അല്ല തരുമെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണേ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം 5 വഖത്ത് നിസ്കരിക്കണം. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും നിസ്കരിക്കൂലേ? എല്ലാവരും നിസ്കരിക്കും. നിങ്ങൾ ആരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയൂല. ഈ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും 5 വഖത്ത് നിസ്കരിക്കുന്നവരാ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കൂലേ? നിസ്കരിക്കുന്നവരല്ലേ? എല്ലാവരും നിസ്കരിക്കും, പക്ഷെ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളൂ. എല്ലാവരും നിസ്കരിക്കും. 5 വഖത്ത് ഞാനും നിങ്ങൾ നിസ്കരിക്കുന്നവരാ, പക്ഷെ സമയത്ത് നമ്മൾ നിസ്കരിക്കൂല. നമ്മുടെ തിരക്കുകളും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയി നിസ്കരിക്കും. അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ളുഹർ നിസ്കരിക്കുന്നത് എപ്പോഴാന്ന് ചിന്തിച്ചു നോക്കിയേ. 12:15 പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും, അല്ലെങ്കിൽ 12:30 ബാങ്ക് വിളിക്കും. നീ മീൻ വെട്ടിക്കൊണ്ട് നിൽക്കും, നീ ചോറ് വെക്കണം, നീ സാമ്പാർ വെക്കണം, കറി വെക്കണം, തോരൻ വെക്കണം, വീട് തൂക്കണം, കുളിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് നിന്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് കഴിയുമ്പോൾ 2:45 3 മണിയാകുമ്പോൾ ഒരു പോക്കുണ്ട് ളുഹർ നിസ്കരിക്കാൻ. എന്റെ പൊന്നാര സഹോദരി, പിന്നെന്തിനാ ബാങ്ക് വിളിക്കുന്നത് 5 വഖത്ത്? ഇന്ന സലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നീ നിശ്ചയിക്കുന്ന സമയത്തല്ല, അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് സമയം. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് വേണം നീ നിസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അലംഭാവം ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും മൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മഊൻ. ഖുർആൻ. നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകം. എങ്ങനെ നിസ്കരിക്കുന്നവർ? കൃത്യനിഷ്ഠത ഇല്ലാത്തവർ, അലംഭാവം കാണിക്കുന്നവർ, അതിന് പരിഗണന നൽകാത്തവർ, അവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യനിഷ്ഠത കാണിക്കുക. നിസ്കരിക്ക്. നിങ്ങളൊക്കെ നിസ്കരിക്കും. നിങ്ങളുടെ ഭാര്യമാര് നിസ്കരിക്കുവോ? നിങ്ങളുടെ മക്കൾ നിസ്കരിക്കോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിക്കണമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവർ എന്ത് ചെയ്യണമെന്ന്? എന്ത് ചെയ്യണം? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ നിങ്ങൾ എന്തിനാ തിരിഞ്ഞു നോക്കണേ? ആരും ഉണ്ടാവത്തില്ല, വെറുതെ നോക്കണ്ട. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പായും ഉമ്മയുണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തല്ലാൻ പോയി നോക്ക്. വാപ്പയെങ്ങാണം മക്കളെ തല്ലാൻ പോയാ മക്കള് വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും. പണ്ടൊരുത്തൻ ഹജ്ജിന് പോയിട്ട് ജംറയിൽ ചെന്ന് കല്ലെറിയുമ്പോ ശൈത്താനെയാണ് കല്ലെറിയുന്നത്. അപ്പൊ ശൈത്താൻ ചോദിക്കുന്നുണ്ട്, അളിയ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്. ഇതുപോലെ വാപ്പ നിസ്കരിക്കാത്ത മക്കളെ തല്ലാൻ വേണ്ടി വടിയെടുത്തോണ്ട് പോയാ മക്കള് വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും, ഉമ്മാനെ നോക്കിയിട്ട് ചിരിക്കും. മക്കൾ എന്താ പറയണെന്നറിയോ? ആദ്യം നിങ്ങളൊന്ന് പോയി നിസ്കരിക്കുക വാപ്പ, ആദ്യം നിങ്ങളൊന്ന് നിസ്കരിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നൊക്കെ പറയുന്നില്ല. ഇപ്പൊ തല്ലലൊന്നും പറ്റൂല, തല്ലി അകത്ത് പോയി കിടക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാന് 8 കൊല്ലം മുമ്പ് ആദിക്കാട്ടുകുളങ്ങരയിൽ വയലു പറയുമ്പോ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചു. 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ബാക്കവി ഉസ്താദൊക്കെ അറിയേണ്ടതാ. ഇന്ന് എനിക്ക് 29 കേസുണ്ട്. പീഡന കേസോ അല്ലെങ്കിൽ കൊലപാതക കേറ്റോ അല്ല. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് വയലു പറഞ്ഞതിന് ഇന്നെനിക്ക് വനിതാ കമ്മീഷനിൽ 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലൊക്കെ പറഞ്ഞു പോയ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കയറി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എനിക്ക് കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഇങ്ങനെ കയറിയിറങ്ങി നടക്കുക, ഇതാണ് അവസ്ഥ. അടിയൊക്കെ ചുമ്മാ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 5 വഖത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ? നിങ്ങൾ ഇന്ന് നോക്കിക്കോ, നമ്മുടെ നാടുകളിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ? കാശുകാരന്മാരാണോ? കോടീശ്വരന്മാരാണോ? അല്ലടോ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് പള്ളിയിലെ ഇമാമ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ നല്ല ഭക്ഷണം കഴിക്കുന്നത്? ആരാടാ നല്ല ഭക്ഷണം കഴിക്കുന്നത്? പള്ളിയിലെ ഉസ്താദ്. അല്ലാതെ പ്രസിഡന്റ് ആണോ, സെക്രട്ടറി ആണോ, പണക്കാരനാണോ? നിങ്ങൾ ചിരിക്കുന്നല്ലോ പെണ്ണുങ്ങൾ. നിങ്ങളുടെ ഏത് മച്ചാന എല്ലാ ദിവസവും ഇറച്ചി വാങ്ങുന്ന ഏത് ഭർത്താവുള്ള? നല്ല മീൻ പേടിക്കുന്ന ഏത് ഭർത്താവുള്ള? പടച്ചറപ്പെ, അത് പറയാതിരിക്കല നല്ലത്.
മക്കൾ തന്നെ പറയും, വാപ്പ ഉമ്മ ഒന്ന് പറ വാപ്പാനോട് ഒന്ന് മന്തി മേടിക്കാൻ. വല്ലപ്പോഴെങ്കിലും വലിയ കാശുകാരനാ, മേടിക്കത്തൊന്നുമില്ല. പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കും കൊടുക്കത്തില്ല, നാട്ടുകാർക്ക് കൊടുക്കും. അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാത്തിരിശുകുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് പള്ളിയിലെ ഉസ്താദാ. ഉസ്താദിന് ഇറച്ചിയില്ലാത്ത ദിവസമുണ്ടോ? ഉസ്താദ് എന്താ പറയണത്? ഒന്ന് മാറ്റിപ്പിടിക്കാനാ, എനിക്ക് കൊളസ്ട്രോളാ, വേണ്ടെന്നാ പറയണേ. ഉസ്താദന്മാര്, ഇവിടുത്തെ ഉസ്താദന്മാരല്ലോ നല്ല നല്ല ഭക്ഷണമല്ല അൽഹംദുലില്ലാ. അള്ളാഹു, എന്നാൽ ചില ഉസ്താദന്മാര് പാവങ്ങളും ഉണ്ട് കേട്ടാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ഉസ്താദന്മാരെ. എന്തുകൊണ്ട്? അവരാണ് പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നത്. എടോ, അല്ല പറയുകയാ, നിസ്കരിക്ക്, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, ഒരു ടെൻഷനും വേണ്ട. അള്ളാഹു മന്ദിരമാറാകട്ടെ. നമ്മുടെ ഉസ്താദിക്ക് ഇപ്പം ഉഷാബാക്കി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഇവിടെ കാണും. മറ്റേനാൾ രാവിലെ എവിടാ നാസ്തയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ എവിടെയാണ് നാളത്തെ നാസ്ത. ഉച്ചയ്ക്ക് എവിടാന്ന് വെച്ചാൽ ആ പാപത്തിന് അറിയില്ലടോ. രാത്രി എവിടെ അറിയില്ല. 3 നേരം ആഹാരം എവിടാന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ. അതിങ്ങനെ നടക്കാ. പടച്ചോനെങ്ങനെ സത്യം പറഞ്ഞ വീട്ടിലെ ഫുഡിന്റെ ടേസ്റ്റ് പോലും അറിയത്തില്ല. കാരണം മംഗലാപുരം, കർണാടക മൊത്തം ഇങ്ങനെ. അതാ ഒരു ടെൻഷൻ. ഇപ്പൊ ഇന്നലെ എനിക്ക് രാത്രി ആലപ്പുഴയിൽ, ഇപ്പൊ ഇവിടെ, നാളെ രാവിലെ എവിടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇവിടെ അള്ളാഹു നമുക്ക് റിസ്ക് ഇങ്ങനെ തരും. എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ബേജാറും വേണ്ട. ഇവിടെ പള്ളിയുടെ മുമ്പിൽ വീടുണ്ട്, പള്ളിയുടെ മുമ്പിൽ കടയുണ്ട്, പള്ളിക്കകത്ത് ബാങ്ക് വിളിച്ചു, നിസ്കരിക്കാൻ പോകുന്നില്ലേ? നമ്മൾ കസ്റ്റമറിനെ നോക്കിയിരിക്കുക. നമ്മൾ അപ്പോഴും ഒരാളെ നോക്കിയിരിക്കുക. ആരെങ്കിലും വരും, കച്ചവടം, എന്റെ പൊന്നാര ചങ്ങാതി, നിനക്ക് പണം തന്നതാരാ, കട തന്നതാരാ, വീട് തന്നതാരാ, ആരോഗ്യം തന്നതാരാ? അല്ലാ. ആ അല്ല വിളിച്ചിട്ടാ നീ പോകാതിരിക്കണേ. നിനക്കെല്ലാം തന്ന പടച്ച റബ്ബ് വിളിച്ചിട്ട് നീ പോകണില്ല. അപ്പൊ നീ ചിന്തിക്കേണ്ടത് എന്താ? അള്ളാഹ്ക്ക് തരാൻ മാത്രമല്ല അറിയുന്നത്, അള്ളാഹുവിന് വേറെ ഒന്നുകൂടെ അറിയാം. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. തന്നത് തിരിച്ചെടുക്കാനും അള്ളാഹ്ക്ക് അറിയാം. നിന്നെ യതീംഖാനയിലാക്കാനും പടച്ചവൻ അറിയാം. വെള്ളിയാഴ്ച പള്ളിയിൽ ഉസ്താദ് 2ാമത്തെ ഖുതുബ ഓതുമ്പോ കുളിച്ചോടാൻ നിക്കണ കാക്കാ, നിന്നെ വെള്ളിയാഴ്ച പള്ളിയുടെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് തോർത്ത് വിരിപ്പിച്ചിട്ട് യാചിപ്പിക്കാനും പടച്ചവൻ അറിയാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാ, നീ നിസ്കരിക്ക്, ഞാൻ തരാം ഭക്ഷണം. 2, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? ഈ ലോകത്ത് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി മരിക്കണം. ഇതാ ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് വളരെ എളുപ്പമാണെന്ന് കരുതാ. ഒരാൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനുള്ള മരണം കിട്ടുന്നത് സിമ്പിളാണെന്ന് കരുതാ. ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരെ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ പറയും. കള്ളു കുടിക്കുന്നവനും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, കള്ളു കുടിക്കുന്നവനും പറയൂടോ. ഇന്ന് മനുഷ്യന്റെ അവസ്ഥ ഏതാ? ഒരു ഭയമില്ലാത്ത കാലം. ഇന്ന് ജനങ്ങൾക്ക് പേടിയില്ലടോ. പണ്ട് തെറ്റ് ചെയ്യാനൊരു പേടി, ഇന്ന് തെറ്റ് ചെയ്യാനൊരു പേടിയില്ല. നന്മയും ചെയ്യും, തിന്മയും ചെയ്യും. ഒരു ഭയമില്ലാത്ത മനുഷ്യന്മാര്. ഉമ്മത്തെന്താ ഇങ്ങനായി പോയത്? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളൊന്ന് ചിന്തിക്ക്. ഒരു 15 വർഷം മുമ്പ്, ഇപ്പത്തെ കാലമൊക്കെ പോകട്ടെ, ഒരു 15 വർഷം മുമ്പ് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? പറകാക്കന്മാരെ, കുടിക്കുവോ? നിങ്ങൾ എന്തെങ്കിലും ഇരിക്കുന്ന കുടിക്കുവോ? പണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാള് കള്ളു കുടിക്കില്ല. കള്ളു കുടിക്കുന്ന ഒരുത്തരും നിസ്കരിക്കാൻ പള്ളി വരില്ല. വ്യഭിചരിച്ച് നടക്കുന്ന ഒരാളും പള്ളിയിൽ നിസ്കരിക്കാൻ വരാറില്ല. നിസ്കരിക്കാൻ വരുന്ന ഒരുത്തനും വ്യഭിചരിക്കത്തുമില്ല. പലിശ കച്ചവടക്കാരൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവൻ പലിശ കച്ചവടത്തിന് പോകത്തില്ല. ഇത് പണ്ടത്തെ കഥ. എന്നാ ഇന്നത്തെ അവസ്ഥ എന്താ? കള്ളും കുടിക്കും, കഞ്ചാവും അടിക്കും, നിസ്കരിക്കാൻ പള്ളിയിലും വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ കള്ളു കുടിക്കുന്നവന് നിസ്കരിക്കാൻ പള്ളി വരും. അവൻ നിസ്കരിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും. ഇതാ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ. എടോ, നാട്ടിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയൻ പണ്ട് പള്ളിക്കകത്ത് പോലും കയറത്തില്ല. ഇന്ന് പള്ളി കമ്മിറ്റിക്കകത്ത് കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഒരു യോഗ്യതയില്ലാത്തവനാ കമ്മിറ്റിയിൽ അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ കയറിയിരിക്കുന്നത്. പലിശ കച്ചവടക്കാരൻ, സുബ്ഹാനല്ലാഹ്, അത് പറയുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചേ. പലിശക്കാരന്റെ അവസ്ഥ എന്താ? ഹറാമായ പണമുള്ളവൻ. ഇന്ന് പള്ളിക്കകത്ത് നിങ്ങൾ ചിന്തിക്ക്, പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യും. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്ക് വേണ്ടി അള്ളാഹ് ഇത് ചെയ്യണേന്ന്. കാരണം ആമീനിന്റെ ശബ്ദമൊന്നും കേൾക്കാറില്ല. എല്ലാം സദ്യ ഇരിക്കാൻ പോലെ, ചോറുണ്ണായിരിക്കണ പോലെ ഇരിക്കുക. ഞാന് തിരുവനന്തപുരം ജില്ലയിൽ ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്തു. ഞാൻ സ്ഥലം പറയണില്ല, ഞാൻ ജോലി ചെയ്തു. ചെറുപ്പത്തിൽ പഠിച്ചിറങ്ങിയതിനു ശേഷം ജോലി ചെയ്തിട്ട് എനിക്കൊന്ന് ആദ്യം ഉസ്താദിന്റെ അടുത്തുനിന്ന് മാറിയിട്ട് അങ്ങോട്ടാ പോയെന്ന് തോന്നുന്നു. ഞാൻ ആ പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മരിച്ച വീട്ടിൽ ഞാൻ പോയി. 3-നോ 7-നോ കണ്ട എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ പോയി യാസീനൊക്കെ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ
എല്ലാവരും ചോറ് വിളമ്പിക്കൊണ്ട് നടക്കാം. ഞാനും എൻ്റെ കൂടെ വന്ന ഉസ്താദ് മാത്രം റൂമിലുണ്ട്. അപ്പൊ എൻ്റെ കൂടെ വന്ന ഉസ്താദ് പറഞ്ഞു ദുആ ചെയ്യാൻ പോകുന്നു, എല്ലാവരും ചെയ്ത ഉസ്താദ് ഇങ്ങനെ നടക്കാം. 3 വട്ടം വിളിച്ചിട്ടോ ആരും വരുന്നില്ല. കാരണം അവര് നെയ്ച്ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുക. അവസാനം ഞാൻ എന്ത് ചെയ്തു? യാസീൻ ഓതി. എന്തായാലും യാസീൻ ഓതി. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ ആരുമില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്തേക്കാണ് അല്ലാന്ന്. കാരണം അവർക്ക് ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞു പടച്ചോൻ എൻ്റെ വാപ്പ മരിച്ചുപോയി, എൻ്റെ വാപ്പായ്ക്ക് കൊടുത്തേക്കണം അല്ലാന്ന്. അപ്പൊ എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കാൻ. ഇത് ഉള്ളത് പറഞ്ഞതാ. ഇതുപോലാണ് പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുന്ന സമയത്ത് ഉസ്താദിന് തന്നെ തോന്നും ആർക്കാ അല്ലാ ഇത് ചെയ്യണമെന്ന്. കാരണം ആമീൻ ഒന്നും കേൾക്കത്തില്ലടോ, അതൊക്കെ പൊതുയോഗത്തിൽ പോണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഉസ്താദ് ഒരു ദിവസം ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ഒരു ആമീൻ കേൾക്കുന്നു. ചൂടുള്ള കാലത്ത് മഴ പെയ്തതുപോലെ ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ ഒരു സഹോദരൻ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയുക. ഉസ്താദിന് വലിയ സന്തോഷമായി. ദുആയ്ക്ക് പവർ കൂടി. അല്ലാഹുവേ നീ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ആ ചങ്ങാതി പറയുന്നുണ്ട് ആമീൻ. നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ആമീൻ. നല്ല മരണം കൊടുക്കണേ അല്ലാ, ആമീൻ. ഈ സഹോദരന്റെ ആമീൻ കേട്ടിട്ട് ഉറങ്ങണ വാപ്പ വരെ എഴുന്നേറ്റ് നോക്കി. എല്ലാരും ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവസാനം ഇദ്ദേഹത്തിന്റെ ആമീനൊക്കെ കേട്ടപ്പോ ഉസ്താദ് നല്ലതുപോലെ ചങ്ങാതി ഒന്ന് നോക്കുമ്പോ 2 കൈയും ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട്. ആ പൊക്കി പിടിച്ച ആമീൻ പറയുന്ന സഹോദരന്റെ പോക്കറ്റിൽ നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ, ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടായി വമ്പരുന്ന ആമീൻ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തു വിലയോടോ സഹോദര, എന്തു വിലയാ. നിങ്ങൾ ചിന്തിക്ക്. എടോ ഉസ്താദന്മാരോട് വന്നിട്ട് ലോട്ടറി വേണോന്ന് ചോദിക്കോ? ഉസ്താദന്മാരോട് ചോദിക്കത്തില്ല. അത് പണ്ടൊരു ഉസ്താദിന്റെ അടുക്ക് വന്നിട്ട്, അൻവർ ഉസ്താദിന്റെ അടുക്ക് വന്നിട്ട് വേണോന്ന് ആരും ചോദിക്കത്തില്ലായിരുന്നു പണ്ട്. ഇപ്പൊ ചോദിക്കും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ സ്ഥലം പറയുന്നില്ല, ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു 25 കോടി ഓണ ബമ്പർ. 25 കോടി ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന എന്നോടത് ചോദിച്ചപ്പോ ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് പാവാ, ഇത് മേടിച്ചൂടാന്ന്. ആ അമ്മ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ആ അമ്മ എന്നെ ഒന്ന് നോക്കിയിട്ട് കളിയാക്കുന്നത് പോലെ ഒന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ അമ്മയെ ചിരിക്കുന്നത്? ആ അമ്മ പറഞ്ഞ മറുപടി, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാനെന്ന്. ഇതാണ് അവസ്ഥ. നമ്മുടെ ഒരു കാക്കാടെ കടയിൽ നിന്ന് ഈ പാവ ഇത് എടുത്തോണ്ട് വന്ന് വിൽക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ. പള്ളിയിലെ ഖതീബിന് കള്ളികുടിയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? പലിശയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? വെള്ളിയാഴ്ച പള്ളിയിലെ ഖതീബ് പലിശയെ കുറിച്ച് പറഞ്ഞാൽ, കഞ്ചാവടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് പറയാളിയാ ഇന്ന് നമുക്കിട്ടാടാ താങ്ങുന്നതിന്. കാരണം പള്ളിക്കകത്തുണ്ട് കള്ളുകുടിയനും വ്യഭിചാരിയും പലിശ തിന്നുന്നവരും. ഇന്നത്തെ കാലപത അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ട്. സഹോദര, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിൽ നിന്റെ വാപ്പ മരിക്കാൻ കിടന്നപ്പോ നീ എന്തിനാ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തേ? വാപ്പായ്ക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ, ഉമ്മായിക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെയെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു നല്ല മരണം നിനക്ക് വേണോ? വൽആഖിബത്തു ലിത്തഖ്വാ, നിനക്ക് ഞാനൊരു നല്ല മരണം തരാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്കാ റൂഹ് വലിച്ചു പറിക്കുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കണോ? ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോ പെങ്ങള്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിനക്കും നിന്റെ കുടുംബത്തിനും നിസ്കരിക്കാൻ കഴിയുമോ? എങ്കിലും മരിക്കുന്ന കാലം വരെ ഞാൻ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരാ. 2 വൽആഖിബത്തു ലിത്തഖ്വാ, നല്ല മരണം തരാമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുമ്പോ പടച്ചവനെ വഅദ കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിങ്ങൾക്കറിയുമോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചവനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നവന്റെ ജനാസ കാണുന്നവര്, വെള്ളിയാഴ്ച മരിച്ചവർക്ക് നല്ല മരണമാണെന്ന് പറയുന്നവര്, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പടച്ചവനെ നിസ്കരിക്കുന്നവർക്ക്
പ്രിയമുള്ളവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഒരു നല്ല മരണത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഒരു നല്ല മരണത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ചെറുപ്പക്കാർ. ആ മുസ്ലിമായ ചെറുപ്പക്കാരനെ ഒരിക്കൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടുകയാ. അവര് ഹുബൈബിനെ പിടിച്ചു കൊണ്ടുപോയി. അവര് ഹുബൈബ് തങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവര് പറഞ്ഞു, ഹുബൈബേ, മതം മാറിയിട്ട് പഴയ മതത്തിലേക്ക് തന്നെ നീ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ എന്റെ മതം വിട്ടിട്ട് തിരിച്ചു വരൂല. അവര് പറഞ്ഞു, നിനക്ക് സമ്പത്ത് തരാം, അധികാരം തരാ, നീ കാണിക്കുന്ന പെണ്ണിനെ നിന്റെ കൂടെ കടത്താ. ഹുബൈബേ, മതം മാറിയിട്ട് പഴയ മതത്തിലേക്ക് തിരിച്ചു വാടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചില്ല. അവസാനം അവര് തീരുമാനമെടുത്തു, ഹുബൈബിനെ പരസ്യമായിട്ട് തൂക്കിലേറ്റണം. എല്ലാവരും കാണുന്ന രീതിയിൽ പരസ്യമായിട്ട് വേണം ഹുബൈബിനെ കൊല്ലാൻ. ഇനി ഒരാളും മതം മാറരുത്. ഇനി ഒരാളും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മതം മാറരുത്. അങ്ങനെ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊല്ലാ തീരുമാനിച്ചു. തൂക്കുകയറ് റെഡിയാക്കുകയാണ്. അവസാനമായിട്ട് ചോദിക്കുന്നു, ഹുബൈബേ, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറയടാ ഹുബൈബേ, എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്റെ ആഗ്രഹം പറഞ്ഞാ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. അവര് പറഞ്ഞു, എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തായിരുന്നെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുമോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് നിസ്കരിക്കണം. അവരനുവാദം കൊടുത്തടോ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വുദുവെടുത്തിട്ട് നിസ്കരിക്കുകയാണ്. പെട്ടെന്ന് നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് സുജൂദിലേക്ക് വീഴുകയാണ്. അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ആദ്യമായിട്ടാണ് ചെറുതോതുന്നത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പടച്ചവനെ, വലിയ സൂറത്തോതി നിസ്കരിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് പടച്ചവര്. പക്ഷേ എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് പേടിയില്ല പടച്ചവര്. അല്ലാഹുവിനോട് യാത്ര പറയുകയാണ്. എന്നിട്ട് കഴുകുമരത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ കൈകാലുകൾ കെട്ടുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തി. ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബിന്റെ മുഖം മറയ്ക്കരുത്, അവൻ കടന്ന് പിടയുന്നത് ഞങ്ങൾക്ക് കാണണം, എല്ലാവരും കാണട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല മറച്ചില്ല. ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറിടുകയാണ്. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, കഴുത്തിലേക്ക് അവിടുന്ന് കയറിട്ടു. എന്നിട്ട് ഹുബൈബിനോട് അവസാനമായിട്ട് ചോദിക്കുന്നു, ഹുബൈബ്, നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാടാ ഹുബൈബ്, ചെറിയ പ്രായമാടാ ഹുബൈബ്, നീ മതം മാറണ്ട. മുഹമ്മദിനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്കു പറഞ്ഞ നിന്നെ ജീവനോടെ ഞങ്ങൾ തിരിച്ചുവിടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ പറയൂല. എന്റെ നബി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഹുബൈബ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഞാനൊന്നും പറയില്ല. ആ കടുകുമരത്തിൽ കടന്ന് ഹുബൈബ് തങ്ങൾ പാടുകയാണ്, വയ്യഖ്തഊ റിജ്ലീ
ആ കഴുകുമരത്തിൽ നിന്നുകൊണ്ട് ഹുബൈബ് തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാൽ എനിക്ക് പേടിയില്ല, പ്രയാസമില്ല. ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ നിന്നുകൊണ്ട് പാട്ടുപാടുകയാണ്. ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറ് മുറുക്കുകയാണ്. പടച്ചവരെ, ഹുബൈബ് തങ്ങൾ പാട്ടുപാടുന്നത് കേട്ടപ്പോ ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലടോ. കുന്തമെടുത്തുകൊണ്ട് വന്ന ഹുബൈബ് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുത്തിയിറക്കുകയാണ്. എന്നിട്ട് അവിടത്തെ പച്ചയിറച്ചി വലിച്ചു പറിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. ഹുബൈബ് തങ്ങൾ കിടന്ന് കരയുകയാണ്. ആ പച്ചയിറച്ചി വലിച്ചു പറിക്കുമ്പോ ഹുബൈബ് തങ്ങൾ നിന്ന് കരയുകയാ. താഴെ നിന്നവർ മുഴുവനും രസിക്കുകയാണ്. അതാ കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനെ കണ്ടിട്ട് എല്ലാവരും കളിയാക്കുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. ഹുബൈബ് തങ്ങൾ കരയുകയാണ്. അവസാനം തന്റെ കഴുത്തിലേക്ക് കയറ് മുറുക്കുമ്പോ അതാ വരികയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാഹ്. മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം അതാ മലക്കുകൾ ഇറങ്ങി വരികയാണ്. കഴുകുമരത്തിൽ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയുന്ന ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഹുബൈബിന്റെ ചാരത്ത് വന്നിട്ട് മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാടാ കരയുന്നത്? എന്തിനാ ഹുബൈബേ പേടിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കല്ലേടാ ഹുബൈബ്, കരയല്ലേടാ ഹുബൈബ്. ഹുബൈബ് വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്നെ കളിയാക്കുന്നവർ കേൾക്കട്ടടാ ഹുബൈബ്. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാ, പറ ഹുബൈബേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കടുകുമരത്തിൽ കടന്ന് പിടയുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ വീണതുപോലെ അതുവരെ ചിരിച്ചവരുടെ കണ്ണ് തെള്ളിയടോ, ഭയന്നു പോയടോ. നിസ്കരിക്കുന്ന ഉപ്പമാരെ, പ്രഷറിന്റെയും സുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വെളുപ്പാങ്കാലത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വേച്ച് വേച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ വാപ്പാ? ഉമ്മമാരെ, നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും മഗ്രിബും ഇശായും നിസ്കരിക്കാതെ വീടിനകത്തിരുന്ന് സീരിയൽ കാണുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്ത് മുസല്ല വിരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ ഉമ്മ? അതൊന്നും വെറുതെയാകില്ല ഉമ്മ. ഉമ്മ, ഈ ലോകത്ത് നീ എവിടെ കിടന്നു മരിച്ചാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭർത്താവ് വേണ്ട, നിന്റെ മക്കള് വേണ്ട, ഉപ്പ നിന്റെ കുടുംബക്കാരോ കൂട്ടുകാരോ ആരും വേണ്ട. നിന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മരണത്തിന്റെ വേളയില് നിന്റെ തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുമ്പോ മലക്കുകൾ പറഞ്ഞു തരും, വാപ്പാ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന നിന്നോട് മലക്കുകൾ പറഞ്ഞു തരും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്
മലക്കുകൾ പറഞ്ഞു തരുമടോ. അതാ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് തങ്ങള് കടുകുമരത്തിൽ കടന്ന് മരണവെപ്രാളത്തിൽ പിടയുമ്പോ മലക്കുകൾ പറയുന്നു, ഹുബൈബേ ഉറക്കെ പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങളെ സകാദത്ത് കലിമ വിളിച്ചു പറയുകയാണ്. ചിരിക്കടാ ഹുബൈബ്, ഇതുവരെ അവര് ചിരിച്ചില്ല, ഇനി നീ ചിരിക്കടാ ഹുബൈബ്. തൂങ്ങി മരിച്ചവന്റെ കണ്ണ് തള്ളുമല്ലോ, അതാ മുഖം കറുക്കുമല്ലോ, നാവ് കടിച്ചു മുറിക്കുമല്ലോ, വായിലൂടെ പതയും നൊരയും ഒഴുകുമല്ലോ, മലമൂത്ര വിസർജനം നടത്തുമല്ലോ, ശരീരം കീറി മുറിക്കുമല്ലോ. പേടിയല്ലേ? തൂങ്ങിച്ചത്തവനെ കാണാ ഭയമല്ലേ? എന്നാ കടുകുമരത്തില് തൂങ്ങിക്കിടക്കുന്ന ഹുബൈബ് തങ്ങളെ കാണാൻ തിരക്കായിരുന്ന ചെറുപ്പക്കാരോ, വല്ലാത്ത തിരക്കായിരുന്നു. ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്. ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ടോ. പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തലവെച്ച് ഹുബൈബ് തങ്ങൾ ശഹീദാവുകയാ. മലക്കുകളെ സകാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. മുഖത്തു വല്ലാത്ത പ്രകാശമാണ്. കഅബാലയത്തിന്റെ നേരെ തലവെച്ച് കിടക്കുകയാണ്. ശത്രുക്കൾക്ക് ദേഷ്യം കൂടുകയാ. അവര് പറഞ്ഞു, ഹുബൈബിന്റെ ജനാസ പോലും കൊടുക്കരുത്, ഹുബൈബിന്റെ ജനാസ പോലും കൊടുക്കരുത്. ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. അവിടെ നിന്ന് കാവല് നിൽക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജനാസ അടിക്കാൻ സമ്മതിച്ചില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി, നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബാ, ആരാണ് എന്റെ ഹുബൈബിനെ ഖബറടക്കുന്നത്? ആരാണ് എന്റെ ഹുബൈബിനെ ഖബറടക്കുന്നത്? ഒരു സ്വഹാബി പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ പോകാൻ നബിയേ, ഹുബൈബിനെ ഞാൻ ഖബറടക്കാൻ നബിയേ. അല്ലാഹുവിന്റെ റസൂല് സമ്മതം കൊടുക്കുകയാണ്. ഒരു സ്വഹാബി അവിടെ നിന്ന് ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ശത്രുക്കള് കല്ല് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാവല് നിൽക്കുന്നവർ മുഴുവനും കള്ളു കുടിക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജനാസയ്ക്ക് കാവല് നിൽക്കുന്നവർ അവിടെ നിന്ന് കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ സ്വഹാബി പറയുകയാ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരി പെണ്ണോടി വരികയാണ്. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണോടി വരികയാണ്. കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളോട് ആ പെണ്ണ് ചോദിക്കുകയാ, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? അവര് ചോദിച്ചു, പെണ്ണേ, ഈ പുഴുത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തല വെട്ടിപ്പൊളിച്ച് അവന്റെ തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ. എനിക്കവന്റെ തല വേണം. നിങ്ങളിലാരാ ഹുബൈബിന്റെ തല വെട്ടി തരുന്നത്? എന്റെ കയ്യിൽ കൊണ്ട് തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാ. അല്ലാഹുവേ, അവിടുത്തെ മാറിടം തുറന്ന് കാണിക്കുമ്പോ ഊരിപ്പിടിച്ച വാളുമായിട്ടോടുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയെടുക്കാൻ സ്വഹാബി പറയുകയാ, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി എന്താണ് നടക്കുന്നതെന്നറിയാ? സുബ്ഹാനല്ലാഹ്, മുകളിൽ ചെന്ന് നോക്കുമ്പോ തലവെട്ടാൻ പോയവന്മാർ മുഴുവനും ജീവനും കൊണ്ടോടുകയാ. എന്തേ സംഭവിച്ചതെന്നറിയില്ല. എല്ലാം മറഞ്ഞിരിക്കുകയാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു. സ്വഹാബി വര്യൻ താഴേക്ക് ഇറങ്ങി. ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്,
നബി തങ്ങളുടെ ചാരത്തേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ, ഉബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, എന്റെ ഹുബൈബിനെ ഖബറടക്കി സഹാബ, എന്റെ ഹുബൈബിനെ ഖബറടക്കി സ്വഹാബ. ആരാണ് നബിയേ ഹുബൈബിനെ ഖബറടക്കിയത്? ആരാ നബിയേ? ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് തങ്ങളുടെ ജനാസ ആരാണ് ഖബറടക്കിയതെന്നറിയുമോ മോരെ? നിനക്ക് നിസ്കരിക്കാൻ കഴിയുമോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ കഴിയുമോ? അങ്ങനെ നിസ്കരിച്ച ഈ ബാങ്ക് വിളിക്കുന്ന മിനാരത്തില് ഒരു ദിവസം വിളിച്ചു പറയും, മിന്നാലില്ല, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്നെല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാണ്. എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാക്കുകയാ. പടച്ച റബ്ബേ, കുടുംബക്കാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവസാനം നിന്റെ ജനാസയെടുത്ത് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി മലർത്തിക്കിടത്തിയിട്ട് നിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുമല്ലോ. പടച്ചവനെ, നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്തു കളയുകയാണ്, നജസുകൾ ഒഴിവാക്കുകയാണ്. എന്നിട്ട് നിന്നെ നല്ലതുപോലെ കുളിപ്പിക്കുകയാണ്. ചെറിയ ചൂടുള്ള വെള്ളം, ആ വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാ. സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാണ്. എന്നിട്ട് നിന്നെ ഒതുപെടുപ്പിക്കുകയാ. നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാണ്. പടച്ചവനെ, ജീവിതത്തിൽ നീ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിയുണ്ടല്ലോ, അതുകൊണ്ട് നിന്റെ ജനാസ പൊതിയുകയാണ്. എന്നിട്ടൊരാൾ പുറത്തു വന്നിട്ട് പറയുന്നു, എല്ലാവരും മാറി നിൽക്കൂ, എല്ലാവരും മാറി നിൽക്കൂ. എല്ലാവരും മാറിക്കഴിയുമ്പോ കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ നിന്റെ ജനാസ എടുത്തു കൊണ്ടുപോവുകയാണ്. 3 കഷ്ടം വെള്ള തുണിയുടെ മുകളില്, ആ വിരിച്ചിട്ടിരിക്കുന്ന തുണിയുടെ മുകളിൽ നിന്നെ കൊണ്ടുപോയി കിടത്തുകയാ. നീ വിളിക്കാതെ തന്നെ നാട്ടുകാര് മുഴുവനും വന്നിട്ടുണ്ട്, ഉസ്താദന്മാര് വന്നിട്ടുണ്ട്, കുടുംബക്കാര് വന്നിട്ടുണ്ട്. എല്ലാവരും നിന്റെ വീടിനകത്ത് തിരക്ക് കൂട്ടുകയാണ്. അപ്പോഴാണ് ആരോ ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുകയാ. കാണണ്ടവരൊക്കെ കണ്ടോ, കാണണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയ പോകുകയാണ്. എല്ലാവരും തിരക്ക് കൂട്ടുകയാണ്. അപ്പൊ ആരോ വിളിച്ചു പറയുന്നു, കണ്ടതൊക്കെ മതി പുതിയ. സുബ്ഹാനല്ലാഹ്, ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാ? റബ്ബേ, അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ, അന്നാര് കരഞ്ഞാലും പരിഗണിക്കില്ലടോ. ആ ജനാസ കിടക്കുകയാണ്, പള്ളിയിലേക്ക് കൊണ്ടുപോകുമല്ലോ. നിസ്കരിക്കുന്ന ഉപ്പമാരെ, നേരത്തെ പള്ളിയിൽ പോയിരിക്കുന്നവരുണ്ടല്ലോ, 5 നേരം നിസ്കരിക്കുന്ന ഉമ്മ, പള്ളി നിറയുകയാ, പള്ളി നിറയുകയാ. നാട് കാണാത്ത ജനം വരികയാണ്. നിങ്ങളുടെ ജനാസ പള്ളിയിലെത്തുന്നതിന് മുമ്പേ പള്ളി നിറയും. ബാപ്പാ, ആര് വരുമെന്നറിയുവോ? ആര് വരുമെന്നറിയുവോ? ലാ
യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ വരികയാണ്, പള്ളിയിലേക്ക് കടന്നു വരികയാണ്. നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ, നിന്റെ ജനാസ ഖബറടക്കാൻ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് ഹുബൈബ് ഇബ്നു അദിയ്യ തങ്ങളുടെ ജനാസ ഖബറടക്കിയതാരെന്നറിയുവോ സ്വഹാബാ? മലക്കുകളെ ഖബറടക്കി സ്വഹാബാ, മലക്കുകൾ ഖബറടക്കിയ സ്വഹാബിയാണ് ഹുബൈബ് ഇബ്നു അദിയ്യ തങ്ങളെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. ഇത് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മരണമാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിനക്ക് സ്വർഗ്ഗത്തിൽ ചെന്ന് അല്ലാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ? വമൻ കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. നല്ല കാര്യങ്ങൾ ചെയ്യണേ, സൽക്കർമ്മങ്ങൾ ചെയ്യണേ, 5 നേരം നിസ്കരിക്കണേ, എങ്കിൽ നിനക്കതിനുള്ള ഭാഗ്യം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നന്മകൾ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്, 5 നേരം നീ നിസ്കരിക്ക്, ആ നിസ്കാരത്തിൽ കൃത്യനിഷ്ഠത കാണിക്ക്. അല്ലാഹു നിനക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും, നല്ല ജീവിതം തരും, നല്ല മരണം തരും, സ്വർഗ്ഗവും തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.